ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഷാഷ്ലിക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ചിക്കൻ ഷാഷ്ലിക്ക് നമ്മളൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഷാസ്ലിക്കിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സ്ഡ് ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കൊരു നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 4-5 സ്ലൈസ് ഇഞ്ചിയും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഗ്രീൻ ക്യാപ്സിക്കം റഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ അതിലോട്ട് മസാലയാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി ഈ മസാല നമ്മൾ ചിക്കനിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷാസ്ലിക്കിൻ്റെ മസാല റെഡിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഷാസ്ലിക്കിൻ്റെ മസാലയിലോട്ട് നമുക്ക് ചിക്കൻ മിക്സ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മസാല ചിക്കനിലോട്ട് പിടിക്കും. ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണം കേട്ടോ. ഒരു റെഡ് ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കം ഇതേപോലെ നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ഒണിയനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്കിൽ കുത്തിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു നൈറ്റ് ഫുള്ള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം, ഒണിയൻ, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഒണിയനും കൂടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാണ് അവൈലബിൾ ഉള്ളത് അത് മാത്രം എടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിക്കിൽ കുത്തിയിട്ട് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യണം എന്നുള്ളത് നോക്കാം. നമുക്ക് ഷാസ്ലിക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. വുഡൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് അല്ലെങ്കിൽ നല്ല നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും വുഡൻ്റെ സ്റ്റിക്ക്. ഈ സ്ക്യൂവറിൽ എങ്ങനെയാണ് നമ്മൾ ചിക്കൻ കുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്യാപ്സിക്കം, ഒരു ഒണിയൻ, അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഒരു എൻഡിൽ കുത്തിയതിന് ശേഷം വേറെ ഒരു എൻഡിലും കൂടി നമുക്കിതിങ്ങനെ കുത്താം. ഒരു ചിക്കൻ കുത്തിയതിന് ശേഷം നമുക്കൊരു ക്യാപ്സിക്കം, അതിനുശേഷം ഒരു പീസ് ചിക്കൻ കൂടി, പിന്നെ നമുക്കൊരു റെഡ് ക്യാപ്സിക്കം, ഒരു പീസ് ചിക്കനും കൂടി, അതിലോട്ട് ഒരു ഒണിയൻ. 4 പീസ് ചിക്കനാണ് ഞാൻ ഒരു സ്റ്റിക്കിൽ കുത്തുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് സ്റ്റിക്കിൽ കുത്തിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം.
നമുക്ക് ഇതേപോലെ കളർഫുൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നമുക്ക് ഒണിയനും ടൊമാറ്റോയും മാത്രം എടുത്താലും മതിയാവും. ഇവിടെ ഞാൻ റെഡ് ക്യാപ്സിക്കും അതേപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കും ഒണിയനും കൂടിയാണ് സ്റ്റിക്കിൽ കുത്തുന്നത്. നമ്മളൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് റെഡ് ക്യാപ്സിക്കം ഉപയോഗിക്കുന്നത്. നമുക്ക് ടൊമാറ്റോ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഒരു 4 പീസ് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിക്കിൽ കുത്തിയെടുക്കാം. ഷാസ്ലിക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അല്പം ഓയിൽ മതിയാവും. ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഓയിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സ്റ്റിക്കിൽ കുത്തിയ ഷാസ്ലിക്ക് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷാസ്ലിക്ക് നമ്മൾ പാനിലോട്ട് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. എല്ലാ സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷാസ്ലിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ഷാസ്ലിക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.